ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇന്ന് മോട്ടോ 2 ഫോണാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അവർ ലോഞ്ച് ചെയ്ത ഫോണുകൾ ഏതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ അവർ ജി സീരീസിൽ 2 പുതിയ ഫോണുകളായ മോട്ടോ G40യും G60യുമാണ് അവർ ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഫോണുകൾ. അപ്പൊ നമ്മളുടെ വീഡിയോ നമ്മൾ ഈ 2 ഫോണുകളുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിലുപരി ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയ പ്രൈസ് അതൊരു മികച്ച ചോയ്സ് ആണോ, അപ്പൊ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരവും കാര്യങ്ങളും എല്ലാം നമ്മളെ വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാം വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇവരുടെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, മോട്ടോ ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഈ G40 ആണെങ്കിലും G60 ആണെങ്കിലും ആ 2 ഫോണുകൾ എന്ന് പറയുന്നത് 20,000 രൂപയ്ക്കുള്ളിൽ ഇറങ്ങിയ ഫോണുകളാണ്. അതിലുപരി ഈ 2 ഫോണിൽ നമുക്ക് ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള സ്പെക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ടും തന്നെ നമുക്ക് ഈ 2 ഫോണുകൾ എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ രീതിയിൽ പറഞ്ഞു പോകുന്നതായി കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ഈ 2 ഫോണുകളുടെ ഡിസ്പ്ലേയിൽ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സാക്ട് സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതായത് ഈ മോട്ടോ G60യിലാണെങ്കിലും G40യിലാണെങ്കിലും നമുക്ക് 6.78 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ നമുക്ക് ഈ 2 ഫോണുകൾ ലഭിക്കുന്നത്. അപ്പോൾ 6.78 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ ഫുൾ HD+ ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ 2 ഫോണിൽ നമുക്ക് 120 ഹെർട്സിന്റെ കൂടിയ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് പാനൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ഫോണുകളിലും നല്ല വലിപ്പമുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ 2 ഫോണുകളിൽ നമുക്ക് 20.5:9 എന്ന് പറഞ്ഞ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 88% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോർഡ് റേഷ്യോ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി ഈ 2 ഫോണുകളിൽ നമുക്ക് റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഫോണുകൾ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ന്യൂനതകളൊന്നും പറയാൻ സാധിക്കാത്ത വളരെ മികച്ചായിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് ഈ മോട്ടോ G60യിലാണെങ്കിലും G40യിലാണെങ്കിലും നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ 2 ഫോണുകളിലെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടിടത്ത് നമുക്ക് ഒരേ പ്രൊസസർ തന്നെയാണ് ലഭിക്കുന്നത്. അതായത് നമുക്ക് ഈ 2 ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ 732G ആണ് ലഭിക്കുന്നത്. ഈ പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ 4G ആണ് ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ പെർഫോമൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോർമൽ ലൈഫിൽ കാര്യമായ ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊസസറാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് LPDDR4X RAM ആണ് നമുക്ക് ഇവിടെ രണ്ടിടത്തും ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഈ 2 ഫോണിലും ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Android 11 ആണ് ലഭിക്കുന്നത്. അത് നമുക്ക് ഈ ഫോണുകളിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ലഭിക്കുന്നത്. അക്കാരണത്താൽ തന്നെ നമുക്ക് ഈ രണ്ടിടത്തും ആഡ്സ് ഓർ ബ്ലോട്ടർ ഒന്നും കാണാൻ സാധിക്കുന്നുമില്ല. നമുക്ക് ഈ 2 ഫോണുകളിലും വലിയ കുഴപ്പമൊന്നും പറയാൻ സാധിക്കാത്ത വളരെ കേപ്പബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഈ ഫോണുകളിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണുകളുടെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് രണ്ടിടത്തും 6000 mAh ഒരു വലിയ ബാറ്ററി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 20 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലും ഈ 2 ഫോണുകൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ മികച്ചു നിൽക്കുന്ന ഫോണുകൾ തന്നെയാണ്. ഇനി ഈ മോട്ടോ G60യും G40യും തമ്മിൽ കാര്യമായ വ്യത്യാസം വരുന്ന ആ 2 ഫോണുകളെയും ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലാണ്. നമുക്ക് ഈ 2 ഫോണുകളിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മോട്ടോ G60യിലേക്ക് വരാം. ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്ന മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 108 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. അതിന് പുറമെ നമുക്ക് ഇവിടെ 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും അതുപോലെ തന്നെ ആ ക്യാമറ എന്ന് പറയുന്നത് ഒരേ സമയം മാക്രോ സെൻസറായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി അതിനോടൊപ്പം നമുക്ക് ഇവിടെ 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും നമുക്ക് ഈ മോട്ടോ G60യിൽ നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി മോട്ടോ G40യിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 64 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. ആ മെയിൻ ക്യാമറക്ക് നമുക്ക് ഇവിടെയും 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡും മാക്രോയും സപ്പോർട്ട് ചെയ്യുന്ന ലെൻസും അതിനോടൊപ്പം 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും നമുക്ക് ഈ മോട്ടോ G40യിൽ റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ സെൽഫി ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ഫോണുകളിലും വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണുകളിലെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടിടത്ത് നമുക്ക് ഹൈബ്രിഡ് സിംസോടാണ് ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 3.5 ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് ഈ 2 ഫോണുകളിലും ഫേസ് അൺലോക്കും ഫിംഗർപ്രിന്റ് സെൻസറും അടക്കം എല്ലാവിധ സെൻസറും പോയിട്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് ഈ ഫോണുകളുടെ പ്രൈസിന്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ 2 ഫോണുകളിലും ഒരൊറ്റ വേരിയന്റ് ലഭിക്കുന്നുള്ളൂ. അപ്പൊ G40യിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 4GB 64GB എന്ന വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 13,999 രൂപയാണ്. ഇനി G60യിലാണെങ്കിൽ ഇവിടുത്തെ ഒറ്റ വേരിയന്റ് ആയ 6GB 120GB പ്രൈസ് എന്ന് പറയുന്നത് 17,999 രൂപയുമാണ്.
അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ മോട്ടോ G40യും G60 എന്ന് പറയുന്ന വളരെ നല്ല രീതിയിൽ തന്നെ മികച്ചു നിൽക്കുന്ന രണ്ട് ഫോണുകൾ തന്നെയാണ്. ഇനി ഈ രണ്ട് ഫോണുകളിൽ നിന്ന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് മോട്ടോ G40 ആണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു 15,000 രൂപ പ്രൈസ് സെഗ്മെന്റിനുള്ളിൽ തന്നെ നമുക്ക് ആ മോട്ടോ G40യിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവിധ നല്ല ഫീച്ചറുകളും നമുക്ക് അവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ആ G40നെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ഫോർ മണി ഫോൺ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇനി G40യിൽ നിന്ന് G60യിലേക്ക് വരുമ്പോൾ ആകെയുള്ള ഒരു ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ 64 മെഗാ പിക്സലിൽ നിന്ന് ഒരു 108 മെഗാ പിക്സലിന്റെ ക്യാമറ നമുക്ക് അവിടെ ലഭിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതൊഴിച്ചു വെച്ചാൽ നമുക്ക് ഈ G40യിലുള്ള അതേ സ്പെക്ക് തന്നെ നമുക്ക് G60യിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ G60 എന്ന് പറയുന്ന അത്രയും ഒരു ടോപ്പ് വാല്യൂ ഫോർ മണി ഫോൺ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ G40 ആണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതിലുപരി വീഡിയോ ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ്. അതായത് G40 ആണോ G60 ആണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ എന്ന് കമന്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ വരെ